ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിന് കിഴക്ക് സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീർ വളർത്തിയിരുന്ന ഒരു പശുവും ഒരു പശുക്കുട്ടിയുമാണ് ബുധനാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചത്തത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. മിന്നലാഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവ സ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. നൈറ്റ് കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. തൊഴുത്തിലായിരുന്നു. തൊഴുത്തിൽ നിന്ന് അഴിച്ച് കെട്ടി പുറത്തേക്ക് വന്നു. പശുവിനെ കറക്കാൻ പശുവിൻ്റെ ഇരത്ത് നിൽക്കണു. 2 പശുക്കളുണ്ടായിരുന്നു. രണ്ടാളും കുഴഞ്ഞു വീണു. പക്ഷേ ഒരാൾക്ക് സംഭവിച്ചു. അവരെ 2 തട്ടി ഞാൻ. പക്ഷേ ഇയാൾ വീണു. പിന്നെ എനിക്കില്ല. മറ്റാൾ പെട്ടെന്ന് എനിറ്റു. കുട്ടിയും ഇതിൻ്റെ കുട്ടിയുണ്ട്. ഒരു 5 മാസമായ ആ കുട്ടിക്കും സംഭവിച്ചു. കുട്ടിയും പോയി. അങ്ങനെ ഉണ്ടായ സംഭവം. പിന്നെ ഞാൻ തലനാരിക്കിന് രക്ഷപ്പെട്ടത്. എൻ്റെ മേത്തിക്കും ഇങ്ങനെ അടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഔറ്റങ്ങളെ കൊണ്ടുപോയി. നമുക്കൊന്നും സംഭവിച്ചില്ല. അത് തന്നെ ഒരു സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. വിവരമറിഞ്ഞെത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 25 വർഷമായി പശു വളർത്തൽ മേഖലയിലുള്ള സുധീറിൻ്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. നിലവിൽ 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ദുരന്തത്തിലുണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു. ഉപജീവനമാർഗമായിട്ടുള്ള വളർത്ത് പശുക്കൾ നഷ്ടപ്പെടുന്നതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉളവാകുന്നതാണ്. അദ്ദേഹവും ആ സമയത്ത് കറക്കുന്നതിന് വേണ്ടിയുള്ള പാത്രമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. തലനാരിക്ക് അദ്ദേഹവും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ബന്ധപ്പെട്ട വെറ്റിനറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉപജീവനമാർഗമായിട്ടുള്ള പശുക്കൾക്ക് വീണ്ടും ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ട് ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ആണ് എനിക്ക് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. തൊട്ടടുത്ത പ്രദേശമായ അലുവത്തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്.